ഈശോയോടൊപ്പമുള്ള മാതാവിൻ്റെ സഹനം ആരംഭിക്കുന്നത് കുരിശിൻ്റെ വഴിയിൽ മാത്രമല്ല, മറിച്ച് അത് അവരുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതലേ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യാകുലങ്ങളെ 7 എണ്ണമായിട്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എണ്ണി തിട്ടപ്പെടുത്തുക. അവ ഓരോന്നും ഇവയാണ്. ഒന്നാമത്തത്, ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ശിമിയോൻ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും നൽകുന്ന പ്രവചനം. രണ്ടാമത്തത്, കുഞ്ഞിന് ജന്മം നൽകി അധികം ദിവസം കഴിയുന്നതിന് മുമ്പേ ആ കുഞ്ഞിനെയുമായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ആ ദുരനുഭവം. മൂന്നാമത്തത്, ഇതാ ബാലനായ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാവുകയും 3 ദിവസത്തോളം വേദനയോടെ, ഹൃദയത്തിൻ്റെ വേദനയോടെ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന ആ വേദന. നാലാമത്തേത്, കുരിശുമായി കൊലക്കളത്തിലേക്ക് തൻ്റെ മകൻ നടന്നു നീങ്ങുന്നത് കണ്ണുനീരോടെ കണ്ടു നിൽക്കുന്ന ആ അമ്മയുടെ വേദന. അഞ്ചാമത്തേത്, തൻ്റെ മകൻ കുരിശിൽ കിടന്ന് ചോര വാർന്ന് ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കുന്ന ആ അമ്മയുടെ വേദന. ആറാമത്തേത്, തൻ്റെ മകൻ്റെ മൃതശരീരം, ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി തൻ്റെ മടി കിടത്തുമ്പോൾ ആ മടിയിൽ ജീവനറ്റ മകൻ്റെ ശരീരം കിടത്തപ്പെടുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വേദന. ഏഴാമത്തേത്, തൻ്റെ മകൻ്റെ ശരീരം മറവ് ചെയ്യുന്നത് കണ്ടു നിൽക്കുന്ന ആ അമ്മയുടെ വേദന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ 7 സഹനങ്ങളെയും നമ്മൾ എടുത്തു വെച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഈ ഓരോ സഹനവും, ഈ ഓരോ വേദനയും യേശുക്രിസ്തുവിനോട് ചേർന്ന് ഉള്ളതായിരുന്നു. ഈശോയുടെ രക്ഷാകര ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഈ സഹനങ്ങൾ ഓരോന്നും. രണ്ടാമത്തത്, ഈ ഓരോ സഹനവും പരിശുദ്ധ കന്യകാമറിയം വ്യക്തിപരമായി തൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ചതാണ്. അവളുടെ അനുഭവമാണ്. ഒരമ്മ എന്ന രീതിയിൽ വ്യക്തിപരമായി അവൾ ഹൃദയത്തിൽ അനുഭവിച്ചതാണ് ഇവയോരോന്നും.